So welcome back to German.com. കുറെ നേരം കൊണ്ട് ഇന്റർ എടുക്കുക ഞങ്ങള് കുറെ നേരമായിട്ട് കുറെ നാളായി ഷൂളിൽ നിന്ന് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം ഇന്റർ പറയാൻ തുടങ്ങിയിട്ട് ഈ ഇന്റർ എന്തായാലും നമ്മൾ ഇടുന്നതായിരിക്കും. ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പം നീണ്ട ഒരു അവധിക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മുടെ ക്യാമറമാൻ ഒരു 2 ആഴ്ചത്തേക്ക് നാട്ടിൽ പോയേക്കുമായിരുന്നു. സോ നമ്മള് വ്ളോഗ് എടുക്കേണ്ട ഫോൺ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു മാസം ലീവ് എടുത്തേക്കുമായിരുന്നു. ബ്രേക്ക് ആയിരുന്നു. ഇപ്പൊ ക്ലാസ് തുടങ്ങിയേക്കുവാണ്. ഇപ്പൊ ഞങ്ങൾക്ക് തിയറി തുടങ്ങി. നമ്മളെ കുറെ പേര് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വിളിച്ചിട്ട് ഞങ്ങളുടെ അയൽക്കാരൊക്കെ ചോദിക്കുന്നു ഇപ്പൊ വ്ളോഗ് ഒന്നും കാണുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആഴ്ചയിൽ വ്ളോഗ് ഇടാറുള്ളതാ. ആഴ്ചയിലല്ല, ഡെയിലി ഞങ്ങളുടെ വ്ളോഗ്. ഫാൻസ് ഒക്കെ ഞങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങള് തിരിച്ചു വന്നിരിക്കുകയാണ്. അതെ, ഇപ്പൊ ഡെയിലി ഞങ്ങളുടെ വീഡിയോ കാണും. ഡെയിലി വീഡിയോ ഞങ്ങൾ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും കൂടെ ഒരു ഷോപ്പിങ്ങിന് പോവാണ്. ഇന്നാണ് ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് നദാനിയെ ഫസ്റ്റ് കാണുന്നത്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പം ഒരു കുട്ടി ഷോപ്പിങ്ങിന് പോവാണ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊരു ഷോപ്പിങ്ങിന് പോകണം. അപ്പം ഞങ്ങൾ ഓർത്ത് അത് വെച്ച് നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഇന്ന് അതിന്റെ ഒരു വ്ളോഗ് ആയിരിക്കും. ബസ് ഇപ്പൊ വരും. ഇപ്പൊ ഓടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ബസ് കിട്ടില്ലായിരിക്കും. അപ്പൊ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ബൈക്ക്. അയ്യോ, വീഡിയോ ഓണാക്കാൻ ഗൈസ്, നമുക്ക് ബസ് ഇപ്പൊ മിസ്സായി പോയേനെ. പക്ഷെ ഞങ്ങൾ ക്യാച്ച് പിടിച്ചു ബസ്. അപ്പൊ ഞങ്ങൾക്ക് ബസ് കിട്ടി. ഓടി ചാടി വന്ന് ബസ്സിൽ കയറി. എല്ലാരും ഉണ്ട്. ഞങ്ങൾ ഇനി ഈ ബസ്സിൽ ഒരു 20 മിനിറ്റ് ട്രാവൽ. ഞാൻ കുറെ ട്രാവൽ ചെയ്യാനുണ്ട്. കുറച്ചധികം ട്രാവൽ ചെയ്താലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷൂളിലോട്ടും വീട്ടിലോട്ടൊക്കെ എത്താൻ പറ്റും. 2 പേർക്കോട്ടോ ഒരു 1.5-1.25 മണിക്കൂർ 2 ട്രാം ഒരു ബസ്സും പിടിക്കണം. ഇന്ന് ഞങ്ങൾ ലേറ്റ് ആയി. ഞങ്ങൾ അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിൽ കയറിയത്. ഓടിച്ചാടി എത്തുമ്പോൾ ഞങ്ങൾക്ക് ദൂരം കൂടുതൽ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബസ്സിലൊക്കെ നിന്ന് പോയാൽ ഞങ്ങളിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക്. അപ്പൊ ഇനി പോകുമ്പോ കാണാം. അവിടെ ബിസിയാണ് ഫോണിൽ. പക്ഷെ എനിക്കറിയില്ല നത്ത എന്താ ബിസി ചെയ്യുന്നത്. എനിക്ക് അറിയില്ല കേട്ടോ. അറിയാവുന്നവർ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുക പ്ലീസ്. നത്ത എന്താ ഇത്ര ബിസിന്ന്. അങ്ങനെ നമ്മള് ഇപ്പം ഫുഡ് കഴിക്കാന്നൊരു തീരുമാനത്തിലെത്തി 3 പേരും കൂടെ. ഇത്ര നേരം ആ പ്ലാൻ ഇല്ലായിരുന്നു. ഭയങ്കര വിശപ്പോ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇനിയിപ്പോ ഞങ്ങൾക്ക് കട കണ്ടുപിടിക്കണം. എല്ലാ തവണ ഇവിടെ വന്ന് കട മറന്നു പോകും. ഞങ്ങൾക്ക് ഒരു കടയുണ്ട്. ആ കടയിൽ നിന്ന് ഞങ്ങൾ കഴിക്കുള്ളൂ. ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ബർത്ത്ഡേയുടെ ഒന്നും അദാനി ഇല്ലാണ്ട് ഞങ്ങൾക്ക് കഴിക്കേണ്ടി വന്നു. അപ്പൊ ഇനിയിപ്പം നമ്മള് ആ കട ആദ്യം കണ്ടുപിടിക്കണം. കടയിൽ പോയിട്ട് നമ്മൾ എന്താ കഴിക്കാൻ പോകുന്നത്? മന്തി. നമുക്ക് കടയുടെ വഴി മറന്നുപോയി. നമ്മളിപ്പോ ഒരു കുറെ തവണ ഇതിക്കൂടെ റൗണ്ട് അടിക്കുന്നത്. എല്ലാ തവണ ഇവിടെ വന്നാലും ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾ റൗണ്ട് അടിച്ച് ഇങ്ങനെ നടക്കും. ഇതുവരെ കട കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഓരോ കട കണ്ട് ഞങ്ങളിങ്ങനെ നിന്ന് അന്താളിക്കും. ഇത് ഞങ്ങൾ നടക്കും. കാരണം ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ ഗൈസ് ഇവരോട് പറഞ്ഞതാണ് ഇതല്ല വഴി. അപ്പൊ ഇവരെന്നെ വിശ്വസിച്ചില്ല. ഞാൻ മാപ്പ് ഇട്ടിട്ട് ഇവര് വിശ്വസിച്ചില്ല. അങ്ങനെ നമ്മൾ കുറെ നേരത്തെ നമ്മുടെ പരിശ്രമത്തിന് ശേഷം കടയിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ കട അൽഷ. പക്ഷെ നല്ല നല്ല മന്തി പോലത്തെ ഒരു സാധനം കിട്ടും. അതാണ് നമ്മളിപ്പോ കഴിക്കാൻ പോകുന്നത്. പറയാൻ പറ്റില്ല, എന്നാലും നമ്മുടെ നാട്ടിലൊരു ടേസ്റ്റ്, നാട്ടിലൊരു ടേസ്റ്റ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് കഴിക്കാൻ പോവാം. നമ്മള് കടയിലെത്തി. അനക്കം മുള്ളാൻ പോയി. ആ സമയത്ത് നമ്മൾ ഓർഡർ കൊടുക്കാനിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ സാധനങ്ങൾ. കുറെ എന്തൊക്കെയുണ്ട്. നമ്മളിപ്പോ ഒരു ഷവർമ റോളും ഒരു മന്തിയാണ്. മന്തി ഞങ്ങൾ പറയുന്നുണ്ട്, ശരിക്കും മന്തി ഒന്നും അല്ല. വേറെ റൈസും ഒരു റാപ്പുമോ എന്നറിയില്ല. നല്ല സൗണ്ട് ഉണ്ട് അത്യാവശ്യമാണ്. അപ്പൊ പുള്ളിക്കാരൻ ഒരു ചെയർ എടുക്കാവുന്നതാണ്. ഞാൻ ചേച്ചന്റെ ജാക്കറ്റ് ഉണ്ട് അവിടെ നമ്മളൊരു ഫാൻ്റെ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് ഇവിടെ കിട്ടുന്ന ഒരു ഫാനാണ്. നാട്ടിൽ അറിയത്തില്ല, ഞാൻ കുടിച്ചിട്ടില്ല. പക്ഷെ നല്ല ഫാൻ്റെ കേട്ടോ. ഇത് നല്ല ഫാൻ്റെ. നല്ല ടേസ്റ്റ് ഇതിന്. അപ്പൊ ഇത് വാങ്ങി. ഇതുവരെ ഓർഡർ എടുക്കാൻ പുള്ളിക്കാരൻ വന്നിട്ടില്ല. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആരും വരാത്ത ഓൾറെഡി സീറ്റ് പിടിച്ച സ്ഥലത്ത് അരങ്ങ് കയറിയിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടോ, അവിടെ ഇരുന്ന വീഡിയോ കാണത്തില്ല. ഞാൻ എന്റെ ഭയ അവിടെ നിങ്ങോട്ട് എത്തതാ. ഇവിടെ ഞങ്ങൾ ഇങ്ങനെയാണ് ഒരു കടയിൽ വന്ന് കുറച്ച് അടുത്ത് ഉപ്പും പെട്ടി തട്ടി താഴിട്ടു. അനക്ക് അനങ്ങനെ കാണത്തില്ലേ.
അനഘയുടെ റിവ്യൂ ടൈമാണ്. അനഘ കൈ വിറയ്ക്കുന്നു. ഒരു എല്ലാ ഫ്രൂട്ട്സിന്റെയും കൂടെ ഒരു മിക്സ്. എനിക്ക് കോളേക്കാൾ ഇഷ്ടമായി. ചെറിയൊരു ടോണിക്കിന്റെ ടേസ്റ്റ് ജർമ്മനിലുള്ള എല്ലാവരും ട്രൈ ചെയ്യാം, കമന്റ് ചെയ്യാം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന്. ജർമ്മനിലുള്ള ആരും കാണുന്നില്ല. പുള്ളി ഓർഡർ എടുത്തിട്ട് പോയി. നമ്മളിങ്ങനെ ഫുഡിന് വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുവാണ്. ഇത്രയും നേരമൊന്നും ഈ വ്ളോഗിൽ പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല, കാരണം ഞങ്ങൾക്ക് പറയാനൊന്നുമില്ല. ഇനി ഞങ്ങൾ ഷോപ്പിംഗ് അല്ല കുറച്ച് തിന്നണമെന്ന് കാണിക്കാതെ തിന്നുന്ന കാണിച്ചിട്ട് അതിന്റെ ഒരു റിവ്യൂ, നിങ്ങൾക്ക് റിവ്യൂ ഉണ്ട്. ഇവിടെ വരുന്നവർക്കൊക്കെ തിന്നണല്ലോ, ഞങ്ങളുടെ ഹാനോവർ ഫാൻസിനൊക്കെ തിന്നാൻ വേണ്ടി. അതെ, ജർമ്മനിയിൽ കാണുവാണെങ്കിൽ ജർമ്മനിക്കാർ കാണുവാണെങ്കിൽ അവർക്ക് ഹാനോവർ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കടയാണിത്. ആകെ 300 വരെ കാണും. 300 വ്യൂസ് പോകാറുണ്ട്. അതിന് 30 തവണ വീട്ടിൽ 100 നമ്മുടെ വീട്ടിൽ. നമ്മൾ ഈ സാധനമാണ് ഓർഡർ ചെയ്തത്. എന്താ ഗ്യാൻസ് ഡെലിക്കസ് ക്ലീൻഷി എന്ന് പറഞ്ഞിട്ട് മിറ്റ് റൈസാണ് ഓർഡർ ചെയ്തത്. ഇവിടെ റൈസ് നല്ല കേട്ടോ. പിന്നെ ഒരു ഷവർമ റോൾ വരുമ്പോൾ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഒന്ന് പറഞ്ഞായിരുന്നു ഈ സെയിം സാധനം. നാച്ചുറൽ ആയിട്ട് വരുന്ന ആക്ടിങ് ഒക്കെ വരാം. എന്റെ ചേച്ചി എന്നോട് പറയും മൊത്തം ഒരു കാക്കക്കൂട്ടി കല്ലെറിഞ്ഞോടെ കുറെ കലവിലും വന്നു. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യണം കേട്ടോ. ഒരാൾ ഇത്രയും ഭാഗം പറയുവാണെങ്കിൽ ബാക്കി ഞാൻ, ബാക്കി അനക, അങ്ങനെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് പറയണം. എടുക്കണം ബ്ലോഗ്. ഇത് കളർ കണ്ടോ ഇതിന്റെ റെഡ് കളറാണ് ഗൈസ് ഇതിന്റെ ഹൈലൈറ്റ്. ക്യാമറ അങ്ങോട്ട് അവരെ മാത്രം ഫോക്കസ് ചെയ്ത് എനിക്ക് അറിയില്ല എന്താ ഇവരുടെ ഉദ്ദേശം. ഇവർക്ക് എന്നെ ഇല്ലാണ്ട് എന്തോ ചെയ്യാനാണ് തോന്നുന്നു. നിങ്ങൾ നല്ല വിശപ്പുണ്ട്, രാവിലെ ഒന്നും കഴിക്കാണ്ടല്ല കഞ്ഞി ഓടിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഇന്നൊന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ രാത്രി ഞങ്ങൾക്ക് വിശന്നു. അപ്പൊ റോണിയ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാട്ടിൽ പോയ വ്ളോഗൊക്കെ വരും കേട്ടോ, എല്ലാവരും ഒന്ന് കാണണം. അയ്യോ, അത് നമ്മൾ പറയാനായിട്ട് മറന്നുപോയി. നമ്മുടെ റോണിയ നാട്ടിൽ പോയതിന്റെ ബ്ലോഗെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. സോ റോണിയ കല്യാണത്തിലൊക്കെ ആയിട്ട് ബിസി ആയതുകൊണ്ട് അതൊന്നും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. റോണിയുടെ കല്യാണമല്ല, റോണിയുടെ ചേച്ചിയുടെ കല്യാണമായിരുന്നു. അപ്പൊ ഇപ്പം ആരും തെറ്റിദ്ധരിക്കരുത്, റോണി സിംഗിളാണ്. റെഡി ടു മിംഗിളാണ്. അതെ. അപ്പം റോണി ഇപ്പം എഡിറ്റ് എല്ലാം ചെയ്തിട്ട് ആ ബ്ലോഗൊക്കെ നമ്മുടെ ഫുഡിന് പറയട്ടെ, ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് നമ്മുടെ ഷവർമ റോൾ. അഴിക്കോടെ വെള്ളം വരുന്നിരിക്കെ. ബാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തു, അപ്പത്തിന് ഞാൻ തിന്നാം. നെക്സ്റ്റ് ആണ് ഇത് നമ്മുടെ ഡുർമ റൈസ്, ചിക്കൻ എല്ലാം ഉണ്ട്. അതിന് ടച്ചിങ്സ് ആണ്. ഒരു ചട്നി ഉണ്ട്, ഒരു മയോണൈസ് ഉണ്ട്, സാലഡ് ഉണ്ട്. ഇതിരുന്നാ ഇത് തിന്നോളൂ. സോറി ഗൈസ്, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റും. ഫുൾ ഓർഡർ ചെയ്തുകൊണ്ട് 2 വലിയ ചിക്കൻ, 2 ചിക്കൻ ഉണ്ട്. കുറച്ച് റൈസും കൂടെ എടുത്തിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഹെവി ആയിപ്പോയി. ഫുള്ള് പറഞ്ഞു ഞങ്ങൾ. പക്ഷെ റൈസ് ഫുൾ തീർന്നു, ചിക്കനൊരു ഹാഫ് ഫുൾ തീർന്നു. എല്ലാരും കണ്ടിങ്ങനെ നോക്കിയിരിക്കും. ഇച്ചിരി വേവിക്കണം. വേവിക്കാണ്ടാവും, പുഴുങ്ങിട്ടല്ലോ. ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കി വെറുതെ ഡുർമെടുത്തോന്നേക്കോ. ഒരു ദിവസം കുറച്ചുകൂടി സോഫ്റ്റ് ആവാൻ വിചാരിച്ചാൽ
അടി നമുക്ക് സമയം പതുക്കെ തിന്നാന്ന് പറഞ്ഞ വയറിനൊരു പരിധി ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ അവിടെ ഇറങ്ങിപ്പോണെന്നില്ലല്ലോ. അരമണിക്കൂർ 3 മണി സമയം എടുത്ത് തിന്നാനൊന്നും പറ്റത്തില്ല. അനങ്ങ എഗ്നോ ഏറ്റെടുത്തിട്ടുണ്ട്. അനങ്ങ കംപ്ലീറ്റ് ചെയ്യുമായിരിക്കും. ഇതിനാണ് പയ്യെ തിന്ന പനയും തിന്നും. അതുകൊണ്ടല്ല അല്ല പയ്യെ തിന്ന പനയും തിന്നാന്ന് പറഞ്ഞാൽ ആദ്യം ഒരെണ്ണം തിന്നിട്ട് പയ്യെ തിന്നിട്ട് നമ്മൾ മനസ്സിലാക്കണമായിരുന്നു ഇനി വേണോന്ന്. അത് എൻ്റെ ഈ ഒരു പഴഞ്ചൊല്ലിന് ഞാൻ തരുന്നൊരു. അത് തിന്നപ്പോഴേ നമ്മുടെ മുക്കാലുണ്ടല്ലോ. നമുക്ക് ഇതാദ്യം തിന്ന് നോക്കായിരുന്നു. അപ്പൊ ഇത് കംപ്ലീറ്റ് ആവും. മറ്റേ എന്നിട്ട് ഷവർമ്മ പാഴ്സലെടുത്തോണ്ട് പോയാൽ മതിയായിരുന്നു. എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, പക്ഷെ അപ്പൊ ബുദ്ധി ഇല്ലായിരുന്നു. ഇപ്പോഴവർക്ക് ഇനി കൈ കഴുകാല്ലേ നമുക്ക് ഇവിടെ. ഞാനതൊരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് തുടച്ച്. എനിക്കത് തിന്നാതെ എല്ലുകൂടെ തിന്നാതെ ഇഷ്ടമായി. ഒന്നും തിന്നാൻ പറ്റുന്നില്ല. ഇതിന് കുറച്ച് വേവ് കുറവ്, പക്ഷെ ഇത് വെന്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ലതാണ്. ഇവിടത്തെ ടോയ്ലറ്റ് ഒരു ഗുഹയ്ക്കകത്താണെന്ന് തോന്നുന്നു. ഇങ്ങനെ കുറെ നട ഇറങ്ങി വന്നിട്ട് അനങ്ങയ്ക്ക് നല്ല പരിചയം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വെച്ച നമ്മള് നദാനിയുടെ ഛർദിച്ച് ഞാനും നീ ഇവിടെ വെച്ച് ഛർദിച്ചു. ഞങ്ങൾ എന്റെ ഇവിടെ വെച്ച് ഛർദിച്ചിട്ടുണ്ട് ആദ്യത്തെ തവണ ഇവിടെ വന്ന്. പിന്നെ നദാനിയുടെ ഗിഫ്റ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് ഞങ്ങൾ വ്ലോഗ് എടുക്കുമായിരുന്നു. അപ്പൊ എന്റെ ഒരു കോള ഉണ്ടായിരുന്നു. ആ കോള മറിഞ്ഞ് നിന്റെ ഗിഫ്റ്റിന്റെ അകത്തോട്ട് വീണു. അതൊക്കെ ഇപ്പോഴാണ് പറയുന്നത്. അത് വ്ലോഗിൽ ഇട്ടില്ല. കുറഞ്ഞ സ്പേസ് കൂടിപ്പോയി വ്ലോഗിന്. അതുകൊണ്ട് അതൊന്നും ഇട്ടില്ല. ഇവിടെ മറ്റേ ഉണക്കുന്ന മെഷീനൊക്കെ പട്ടണത്തിൽ ആദ്യം ഇട്ടാ പിള്ളേര്. കൈ ഉണങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഇറങ്ങണം. കൈ എല്ലാവരും 3 പേരും നല്ല വൃത്തിക്ക് ഉണക്കിയിട്ടുണ്ട്. അവള് മുള്ളാൻ പോവാണ്. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. ഇതാണ് ടോയ്ലറ്റ്. നമുക്ക് ടോയ്ലറ്റിന്റെ ഒരു റിവ്യൂ എടുക്കാം. ഒരു കുഞ്ഞു ടോയ്ലറ്റ് ആണ്. ഒരു പെട്ടിക്കട പോലത്തെ ഒരു സ്ഥലം സാധനം വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട്. നദാനിയെ മുള്ളിട്ടിട്ടുണ്ട്. നദാനിയെ മുള്ളുന്നോളം വരെ നമ്മൾ എന്ത് ചെയ്യും? ഞങ്ങൾ പോയി ബില്ല് ചെയ്യട്ടെ. നദാനിയെ ബില്ല് പേ ചെയ്തിട്ട് വരാവേ. ഗൈസ്, നമ്മൾ ഒയറോ ഷോപ്പിലെത്തി. ഇത് ഇവിടെ എല്ലാത്തിനും വിലക്കുറവാണ്. കുഞ്ഞു കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. കുറവുള്ളൂ. അപ്പം ഞാൻ ഒരു ജ്യൂസ് കുടിക്കാനൊരു സാധനം വാങ്ങി. ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഫുൾ ബർത്ത്ഡേക്കുള്ള സാധനങ്ങൾ. ഇങ്ങോട്ടേക്ക് വരുമ്പം എന്തൊക്കെയോ സാധനങ്ങൾ. താക്കോല്, പൂട്ട്, മെഴുകുതിരി, സെൻറ്റഡ് ക്യാൻഡിൽസ് എല്ലാം ഉണ്ട്. ഇവിടെ വെറൈറ്റി പാമ്പുകളുണ്ട്. നല്ല പത്തിയൊക്കെയുള്ള പാമ്പ്. നമ്മുടെ അവിടെയുള്ള വീഡിയോ മറ്റേ സാധനം നമ്മുടെ പണ്ടത്തെ. നമ്മളിപ്പോ പോവാണ്. വളയിടുന്ന സാധനം. ഇതുണ്ട്. പിന്നെ ഇതുണ്ട്. അയ്യോ, ഇത് വർക്കാവുന്നില്ല. എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. നമുക്ക് അടുത്ത കടയിൽ പോവാം. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതൊന്നും ആ സാധനം ഒരെണ്ണടുത്ത് താഴെയിട്ട് നമ്മൾ അടുത്ത കടയിൽ എത്തിയിരിക്കുവാണ്. നമ്മൾ DM-ലെത്തി. നമുക്ക് ഇനി ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ട ഒരു സാധനമാണ് ഐലൈനർ. 3 ഒരെണ്ണം കളഞ്ഞു പോയി. അപ്പം നമ്മൾ അത് തപ്പണം. നമുക്ക് ഇതിൽ നിന്ന് ഒരു ഐലൈനർ തപ്പി കണ്ടുപിടിച്ചെടുക്കണം. അവിടെ നിന്നെല്ലാം ഷോപ്പിംഗ് കഴിഞ്ഞാൽ നമ്മൾ ന്യൂയോർക്കറിൽ എത്തിയിരിക്കുവാണ്. ഇവിടെ എന്തോ സെയിൽ നടക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും നല്ല പൈസയുണ്ട്. ബട്ട് സ്റ്റിൽ സെയിലാണ്. ഞങ്ങൾ ഈ കടയിലും കൂടെ കയറിയായിരുന്നു. വ്ലോഗൊന്നും കംപ്ലീറ്റ് ചെയ്യാനുള്ള ശക്തി ഇല്ല ആർക്കും. വയ്യാണ്ടായി. ഫുഡ് ഞങ്ങളെ വല്ലാണ്ടാക്കി പോയി. കുറെ കടയിലൊക്കെ കയറി. ഞങ്ങള് കുറെ സ്പ്രേയുടെ സ്പ്രേ അടിച്ചടിച്ചടിച്ച് മടുത്ത്. എല്ലാം അടിച്ചടിച്ച് തലയ്ക്കൊക്കെ എന്തോ പോലെയായി. ഇനിയിപ്പോൾ നമുക്ക് എല്ലാവരും ഇപ്പം തന്നെ ഞങ്ങൾ 3 സെപ്പറേറ്റ് ആവും. ഞങ്ങൾ 2 പേരും ഒഴിക്കും. നദാനി വേറെ വഴിക്കുവാണ്. അപ്പം ഞങ്ങളിപ്പം
അപ്പം നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ദാഹിച്ചിട്ട് കുറച്ച് നമ്മൾ വേറൊരു ഫാൻറ്റ ട്രൈ ചെയ്തു. ഇതും വലിയ സുഖമൊന്നുമില്ല. മാംഗോ ഡ്രാഗൺ ഫ്രൂട്ട് ഫാൻറ്റ വലിയ സുഖമില്ല, എന്നാലും ദാഹത്തിനൊരു ശമനമുണ്ട്. അപ്പം ഇനിയിപ്പം ഞങ്ങൾ പോവാണ്. എല്ലാവരും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ ക്ലാസ്സിന് പോകണം. ഞങ്ങൾക്ക് രാവിലെ 5 ആകുമ്പോൾ എഴുന്നേക്കണം, ഇവർക്ക് 7 ആകുമ്പോൾ എണീറ്റാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പോവാണ്. നദാനി വേറെ വഴിക്കാണ്, ഞങ്ങൾ വേറെ വഴിക്കാണ്. നദാനിക്ക് ഇപ്പോൾ ട്രാമുണ്ടോ അറിയില്ല, നോക്കണം. നമുക്ക് 14 മിനിറ്റ് ഞങ്ങൾക്ക് 14 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഇനിയുള്ളൂ. പിന്നെ ശരി, ബൈ. ബൈ ബൈ. പിന്നെ അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്.